ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ പായസമാണിത്. വെറും അര കപ്പ് ചെറുപയറും 2 ഗ്ലാസ് പാലും കുറച്ച് ശർക്കരയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ അടിപൊളി പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ സദ്യയ്ക്കൊക്കെ ചെറുപയർ പരിപ്പ് വരട്ടി ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു പായസമാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ അതിൻ്റെ പകുതി സമയം പോലും വേണ്ട. പ്രഷർ കുക്കറിൽ അരമണിക്കൂർ സമയം മാത്രം മതി നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഒരു പായസം കുടിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ, കുട്ടികൾക്കൊക്കെ പായസം വേണമെന്ന് പറയുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം പ്രഷർ കുക്കറിലിട്ടിട്ടുണ്ട്. ഈ പയർ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, ഇപ്പോൾ തന്നെ കഴുകിയെടുത്തതേ ഉള്ളൂ. ഇനി കുതിർത്ത പയറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളം ഒഴിക്കണം. അര കപ്പ് ചെറുപയറാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുതിർത്ത പയറാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട, പയർ ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കുന്നതുവരെ വേവിക്കണം. ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന കുക്കറിനനുസരിച്ച് പയറിൽ വേവാനുള്ള സമയത്തിലും വ്യത്യാസം വരും. ഞാനിപ്പോൾ 5 വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച ശേഷം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് ചെറുപയറിന് 1 കിലോ ശർക്കര കറക്റ്റ് പാകമാണ്, കറക്റ്റ് മധുരമാണ്. ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. പയർ നന്നായിട്ട് 5 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് കുക്കർ തണുത്ത ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ പയർ നല്ല പോലെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പയർ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്താൽ മാത്രമേ പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഉടച്ച് തന്നെ എടുക്കണം. ഇതുപോലൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പയറിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി അരിച്ച് പയറിലേക്ക് ഒഴിക്കാം. ശർക്കര പാനി ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേൾപ്പിക്കാം. മൂന്ന് വിസിൽ കേൾക്കുന്നതുവരെ വയ്ക്കണം. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് തണുത്ത ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ പയറിൽ ശർക്കരയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, പയറിൽ ശർക്കര നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ശർക്കര ഒഴിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ കുക്കർ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പയറിൽ നന്നായിട്ട് ശർക്കര എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഗ്യാസ് ഓണാക്കാം. എന്നിട്ട് 1 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിക്കാം. 1 കപ്പ് ചെറുപയർ എടുത്തത് കൊണ്ടാണ് ഞാൻ 1 ലിറ്റർ പാലെടുത്തത്. 1/2 കപ്പ് പയറാണെങ്കിൽ 2 ഗ്ലാസ് പാല് മാത്രം മതിയാകും. 1 കവർ പാല് മാത്രം മതിയാകും. പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, പാല് മാത്രമാണ് ഒഴിച്ചത്. പാലൊഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊന്ന് വറ്റി വരണം, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് കുറച്ചൊന്ന് വറ്റി പായസം ഒന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ പയർ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. ചുക്കുപൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട്, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ പായസം റെഡി ആയിട്ടുണ്ട്. പയർ പായസം നമ്മൾ സാധാരണ വരട്ടിയെടുക്കുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റുള്ള പായസമാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തിടാം.
അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. ഇത്രയും നെയ്യ് വേണ്ടെങ്കിൽ കുറച്ചൊഴിച്ചാൽ മതി. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇട്ട് വറുത്തെടുക്കാം. ആദ്യം കാഷ്യൂസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ടത് കോരി മാറ്റാം. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അതും കോരി മാറ്റാം. എന്നിട്ടത് പായസത്തിലേക്ക് ഒഴിക്കാം. വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പയർ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഈ രീതിയിൽ മാത്രമേ നമ്മൾ ചെറുപയർ പായസം ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.